കാരുണ്യവാനായ റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റഊഫും റഹീമുമായ നാഥൻ്റെ മുമ്പിൽ വിതുമ്പിയും തേങ്ങിയും പൊട്ടിക്കരഞ്ഞും കണ്ണുനീരിലൂടെ പാപങ്ങളെ ഒഴുക്കിക്കളഞ്ഞ് കരുണാനിധിയായ ഉടയതമ്പുരാൻ്റെ സാമീപ്യവും സാന്നിധ്യവും നേടി മനസ്സും ശരീരവും കഴുകി ശുദ്ധീകരിച്ച് നരകമോചനവും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശുദ്ധ റമദാനിലെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച ലോകത്ത് തന്നെ വിശ്വാസി സമൂഹം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഈ സമയം ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിനരാത്രങ്ങളിലെ നമ്മുടെ കർമ്മങ്ങൾ പ്രപഞ്ചനാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നതോടൊപ്പം സംഭവിച്ചുപോയ പിഴവുകളും അബദ്ധങ്ങളും അവൻ നമുക്ക് പുറത്തു തരികയും മാപ്പ് നൽകുകയും ചെയ്യുമാറാവട്ടെ. എണ്ണിയാലൊടുങ്ങാത്ത വിശേഷങ്ങളുടെ കലവറയായ വിശുദ്ധ വസന്തം, വിശുദ്ധ റമദാൻ, അത് നമ്മിൽ നിന്ന് വിട പറയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. പ്രപഞ്ചനാഥൻ്റെ കാരുണ്യത്തിൻ്റെ സ്പർശം, അവൻ നൽകുന്ന പാപമോചനം, നരകമോചനം, സ്വർഗപ്രവേശനം തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങളുമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മിലേക്കെത്തിയ വിരുന്നുകാരൻ എത്ര പെട്ടെന്നാണ് നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളിതാ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മിലേക്ക് കടന്നു വന്ന റമദാൻ എന്ന് പറയുന്ന അതിഥി നമ്മിൽ നിന്ന് വിട പറയാൻ ഈ സുഹൃതങ്ങളുടെ പുണ്യമാസം അതിൻ്റെ താളുകൾ മടക്കി അതിൻ്റെ ചമയങ്ങൾ അഴിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന വേർപാടിൻ്റെ ഈ സുദിനങ്ങളിൽ ആ റമദാനിനെ ഏറെക്കുറെ ആഗ്രഹിക്കുകയും അതിനെ ഇഷ്ടപ്പെടുകയുമൊക്കെ ചെയ്ത സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സ് അതിയായി വേദനിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതമാകുന്ന നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ റമദാനുകളുടെ എണ്ണം നിരവധിയാണ്. നമ്മൾ അനുഭവിച്ച ഓരോ റമദാനും നാളെ ഖബറിൽ വെളിച്ചവും പരലോകത്ത് സ്വർഗവും നേടിത്തരേണ്ട പുണ്യങ്ങളായി മാറേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പിന്നിട്ട റമദാനുകൾ അത്തരത്തിലായിരുന്നോ എന്നൊരു കണക്കെടുപ്പ് നമ്മൾ ഓരോരുത്തരും നടത്തിയേ പറ്റൂ. ഈ കഴിഞ്ഞുപോയ 26 ദിവസത്തെ വിശുദ്ധ ദിനങ്ങളെക്കുറിച്ച്, അത് നമ്മിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച്, നമ്മൾ നിർവഹിച്ച കർമ്മങ്ങളുടെ സ്വീകാര്യതയെക്കുറിച്ച്, ഈ വിശിഷ്ട അതിഥിയോടുള്ള നമ്മുടെ സമീപനം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഈ വിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ച എന്ന നിലക്ക് മനസ്സു തുറന്ന ഒരു ആത്മാർത്ഥമായ വിചാരണയ്ക്കും വിലയിരുത്തലിനും ഞാനും നിങ്ങളും ഇപ്പോൾ തയ്യാറാകേണ്ടതുണ്ട്. വിശുദ്ധ റമദാനും ഖുർആനുമൊക്കെയും അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയുന്ന വരാനിരിക്കുന്ന ഒരു വലിയ വിചാരണയുണ്ടല്ലോ. ആ മഹ്ശറാലോകത്തെ ഏറ്റവും വലിയ വിചാരണയ്ക്ക് മുമ്പുള്ള ഒരു ചെറിയ തിരിഞ്ഞുനോട്ടവും വിലയിരുത്തലുമായിട്ട് നമ്മൾ ഇതിനെ കാണണം. നിരന്തരമായ വിചാരണയും വിലയിരുത്തലും അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ്, പ്രകൃതമാണെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ നിരന്തരമായ വിചാരണയിലൂടെയും വിലയിരുത്തലിലൂടെയും മാത്രമാണ് ഒരു വിശ്വാസിക്ക് അവൻ്റെ ശാശ്വത ലക്ഷ്യമായ സ്വർഗമെന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്ക് എത്തിച്ചേരാനും കഴിയുകയുള്ളൂ. ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമല്ലോ, സ്വന്തം ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് അടിച്ചിട്ട് ഇന്നാലിന്ന ദിവസങ്ങളിൽ സംഭവിച്ച പിഴവുകളുടെ പേരിൽ ആരാണ് ഉമറെ നിന്നെ രക്ഷപ്പെടുത്തുക എന്ന് സ്വന്തം ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്കടിച്ച് ആത്മവിചാരണ നടത്തിയ ഉമറുൽ ഫാറൂഖിനെ പോലുള്ള ആളുകളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിലേക്ക് സ്വന്തം വിരൽ വെക്കുകയും ആ വിരലങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിചാരണ നടത്തുന്ന മഹാന്മാരായ സ്വഹാബെ കിറാമിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസ്നുഹാ ഖബല അൻ തുസനു.
നാളെ പടച്ച റബ്ബിന് മുമ്പിൽ നിങ്ങളൊക്കെയും ഒരു പഴുതടച്ച വിചാരണ നേരിടേണ്ടതുണ്ട്. ആ വിചാരണയ്ക്ക് മുമ്പ് നിങ്ങളൊന്ന് വിചാരണ നടത്തണം. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെയൊക്കെയും കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിനിഷ്ഠമായൊരു തുലാസിലിട്ട് തൂക്കാനിരിക്കുന്നുണ്ട്. ആ തൂക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും നിങ്ങൾ ഈ ഭൂമി ലോകത്ത് വെച്ച് നിങ്ങൾ തൂക്കി നോക്കണം, അളന്നു നോക്കണം, അളന്നു ചിട്ടപ്പെടുത്തണമെന്നൊക്കെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ വിശ്വാസിയുടെ മുമ്പിൽ വെക്കുന്നൊരു ചോദ്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഉദിൻ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത്? നാളെ വരാനിരിക്കുന്നൊരു മരണാനന്തര ലോകത്തിന് വേണ്ടി, ഖബർ ജീവിതത്തിന് വേണ്ടി, മഹ്ശറാ ലോകത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വല്ലാത്തൊരു ചോദ്യം വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഈ വിശുദ്ധ റമദാനിലെ 26 ദിവസത്തിലൂടെ കഴിഞ്ഞോ എന്ന് ഞാനും നിങ്ങളും വളരെ ഗൗരവത്തോടു കൂടി ചോദിക്കേണ്ടതുണ്ട് സ്വന്തത്തോട്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ 26 ദിവസങ്ങളെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുകയും 27ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ഈ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്താണ് ഇപ്പോൾ ഉള്ളത്? കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സുന്ദരമായ നിമിഷങ്ങളും നന്മകളെ കൊണ്ട് ധന്യമാക്കിയ രാവും പകലും അങ്ങനെയുള്ള അനുഭവങ്ങളാണോ നമ്മുടെ മുമ്പിലുള്ളത്? അതല്ല, കഴിഞ്ഞ 26 ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിരാശയും കുറ്റബോധവും തളം കെട്ടി നിൽക്കുന്ന, വിറങ്ങലിച്ചു നിൽക്കുന്ന മാനസികാവസ്ഥയുമായിട്ടാണോ പടച്ച റബ്ബേ എത്രയോ ആളുകളെ നീ തിരിച്ചു വിളിച്ചപ്പോൾ റമദാൻ ഉപയോഗപ്പെടുത്താനുള്ള ആരോഗ്യവും ആയുസ്സും എനിക്ക് നൽകിയിട്ട് ഇതാ വളരെ പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു പോയി. 27ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നഷ്ടബോധമാണോ? പടച്ചോനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ജമാഅത്തിൽ കണിശത പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്തൊരു കുറ്റബോധവും വിറങ്ങലിച്ച് തളം കെട്ടി നിൽക്കുന്നൊരു മാനസികാവസ്ഥയുമായിട്ടാണോ ഈ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ചില ചോദ്യങ്ങൾ നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ അവസാനിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കേണ്ട മറ്റൊരു ലോകമുണ്ട്. അതിനാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുക, ഖബർ ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഖബറിൽ മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ചില അവസ്ഥകളുണ്ട്. 2 ഭാഗത്തു നിന്നും അവൻ്റെ വാരിയെല്ലുകൾ അങ്ങോട്ട് പൊടിഞ്ഞു പോകുമാർ ഖബറുകൾ എങ്ങനെ ഇടുങ്ങുമെന്നാണ്. ഈ സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ ഖബറാളി കരയുന്ന കരച്ചിലെങ്ങാനും പുറം ലോകത്തുള്ളവർ കേൾക്കുകയാണെങ്കിൽ ലോകത്ത് പിന്നെ ഒരു മനുഷ്യൻ പോലും ഒരു മയ്യത്തിനെയുമായിട്ട് ആ ഖബറിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് പോകില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഹദീസിന്റെ വെളിച്ചത്തിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഖബർ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ലഭിക്കാൻ, സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ ഖബറിലേക്ക് തുറന്നു കിട്ടാൻ, നരകത്തിൽ നിന്നുള്ള വാതിലും ചൂടും ആ ഖബറിലേക്ക് തുറക്കാതിരിക്കാൻ, ധാരാളം സൽക്കർമ്മങ്ങളും നന്മകളും അധികരിപ്പിക്കാൻ ഈ റമദാനിൻ്റെ രാപ്പകലുകളിലൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടി സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ സൂറെന്ന കാഹളത്തിലൂതുമ്പോൾ ഖബറിൽ കിടക്കുന്ന ആളുകളെല്ലാം എണിച്ചോടുന്ന രംഗമുണ്ട്. ആ എണിച്ചോടുന്നത് മഹ്ശറിലേക്കാണ്. മഹ്ശറ എന്ന് പറയുന്നത് സത്യവിശ്വാസികളായ സ്വർഗാവകാശികളായ ആളുകൾക്ക് പോലും പ്രയാസമുണ്ടാകുന്ന രംഗമാണ് മഹ്ശറ എന്ന് പറയുന്നത്. സത്യനിഷേധികളായ ആളുകൾ അപ്പുറത്ത് നരകമെങ്ങനെ ഗർജിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് പോലും, ആ നരകത്തിൻ്റെ തീയിനെ കണ്ടിട്ട് പോലും നരകത്തിലേക്കുള്ള ആളുകൾ പോലും പറയുന്നൊരു വർത്തമാനമുണ്ട്, പടച്ചവനെ ആ നരകത്തിലേക്കാണെങ്കിലും വേണ്ടില്ല, ഈ മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടുത്തി തരോ എന്ന് ചോദിക്കുമെങ്കിൽ എന്തായിരിക്കും ആ മഹ്ശറാ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് ഞാനും നിങ്ങളും വായിച്ചെടുക്കേണ്ടതുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവർ മാത്രമല്ല, കൂട്ടുകാരെ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പണയം തരാമെന്ന് മനുഷ്യൻ പടച്ചറബോട് പറയുന്ന രംഗമേതാണെന്നറിയോ? അത് മഹ്ശറയാണ്. യവദ്ദിൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി വസ്വാഹിബതിഹി വഅഖി
നാളെ മഹ്ശറാലോകത്ത് മനുഷ്യന്മാരിങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പടച്ചറബിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് മനുഷ്യൻ. പടച്ചവനെ എൻ്റെ മക്കളെ മാത്രമല്ല, കൂട്ടുകാരെ മാത്രമല്ല, അയൽവാസികളെ മാത്രമല്ല, എൻ്റെ ഭാര്യയെയും മാതാപിതാക്കളെയും മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ കോടിക്കണക്കിന് മനുഷ്യരെയും ഞാൻ എനിക്ക് പകരമായിട്ട് പണയം തരാം, എന്നെ ഒരു വ്യക്തിയെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരോ എന്ന് പടച്ചറബിനോട് മനുഷ്യൻ ചോദിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, മഹ്ശറ എന്ന് പറയുന്നത്, മഹ്ശറയിലെ നിൽപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ കണ്ടുകേട്ട് പോകുന്നത് പോലെ നിസ്സാര കാര്യമല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ മഹ്ശറയിൽ നടക്കുന്ന ചോദ്യങ്ങളുണ്ട്, വിചാരണകളുണ്ട്. നമ്മൾ ഓരോരുത്തരും മഹ്ശറയിൽ ഒറ്റക്കൊറ്റക്ക് നിർത്തി നമ്മളെ പടച്ചറബ് വിചാരണ ചെയ്യുന്ന ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നമ്മൾ പലതും മനസ്സിലങ്ങനെ ഇമേജ് ചെയ്യാറുണ്ടല്ലോ. നാളെ പരലോകത്ത് പോയിട്ട് മഹ്ശറ എന്ന് പറയുന്ന ആ ലോകത്ത് നിന്നിട്ട് നമ്മൾ ഓരോരുത്തരെയും വലക്കത് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖ്നാകും അവ്വല മറ, എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നത്, ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ചെരുപ്പില്ലാതെ, ഉടുതുണിയില്ലാതെ, ചേലാകർമ്മം ചെയ്യാതെ, കുട്ടികളും മക്കളും ഭാര്യയും ഒരു സഹായിയുമില്ലാതെ എല്ലാവരും തനിച്ച് നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് പിറന്നു വീണതുപോലെ തനിച്ചാണ് നിങ്ങൾ പരലോകത്ത് മഹ്ശറാലോകത്ത് വരിക. അങ്ങനെ തനിച്ച് ഒറ്റക്കൊറ്റക്ക് നിർത്തി വളരെ കണിശമായി കൊണ്ട് തന്നെ ജീവിതത്തിൽ ചിലവഴിച്ച ഓരോ നിമിഷങ്ങളെക്കുറിച്ച്, ഓരോ സാഹചര്യങ്ങളെക്കുറിച്ച്, ചെയ്തു കൂട്ടിയ അബദ്ധങ്ങളെക്കുറിച്ച് പടച്ചറബ് നമ്മോട് കണിശമായിട്ട് ചോദ്യം ചെയ്യുന്ന, വിചാരണ ചെയ്യുന്ന രംഗമെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് കണ്ടു നോക്കണം. മനുഷ്യൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളൊക്കെയും എഴുതിയ ഗ്രന്ഥം വായിക്കാൻ കൊടുക്കുന്ന രംഗമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വർത്തമാനമുണ്ട്. നാളെ മഹ്ശറാലോകത്ത് മനുഷ്യൻ അങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഓരോന്നും അവന് പ്രയാസമുണ്ടാക്കുന്ന രംഗങ്ങളാണ്. ചോദ്യങ്ങൾ ചെയ്യുന്ന രംഗമുണ്ട്. അവൻ്റെ കയ്യിൽ അവൻ്റെ കർമ്മങ്ങൾ എഴുതിയ പുസ്തകം കൊടുക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയും നമ്മുടെ മനസ്സിൽ നമ്മളങ്ങനെ ഒന്ന് കൊണ്ടുവരണം. അവൻ്റെ മനസ്സിൽ അവൻ്റെ കയ്യിൽ ഗ്രന്ഥം കൊടുക്കുന്ന രംഗമുണ്ട്. വവുദിഅൽ കിതാബു ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ഫലാ യുആദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. മനുഷ്യൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കയ്യിൽ നമ്മൾ ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടിയ മുഴുവൻ പ്രവർത്തനങ്ങളും മലക്കുകൾ എഴുതി വച്ചിട്ടുണ്ടല്ലോ, രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടല്ലോ. ആ രേഖപ്പെടുത്തി വെച്ച കർമ്മപുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യൻ കണ്ണു തുറിച്ച് അന്താളിച്ച് നിൽക്കുന്ന രംഗമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാ കണ്ണു തുറിക്കുന്നത്? എന്തുകൊണ്ടാ ബേജാറാകുന്നത്? എന്തുകൊണ്ടാ മനുഷ്യൻ അസ്വസ്ഥനാകുന്നത്? കാരണം ആ ലഭിക്കുന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് അവനക്ക് ബോധ്യമുണ്ട്. ഞാൻ ഭൂമി ലോകത്ത് വെച്ച് ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങളുടെ ലിസ്റ്റാണ് പടച്ചോൻ എനിക്ക് തരുന്നത്. ആരാരും കാണാതെ, മാതാപിതാക്കളില്ലാത്തപ്പോ, ഭാര്യയില്ലാത്തപ്പോ, മക്കളില്ലാത്തപ്പോ, സുഹൃത്തുക്കളില്ലാത്തപ്പോ ഏകാന്തതയിൽ ചെയ്തു കൂട്ടിയതൊക്കെയും എഴുതി വെച്ചിട്ടുള്ള കർമ്മരേഖയാണ് എൻ്റെ കയ്യിൽ തരുന്നത് എന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ബേജാറാകുന്നത്. അങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാലി ഹാദൽ കിതാബ്, പടച്ചോനെ ഇതൊന്തൊരു പുസ്തകമാണ്, ഇതൊന്തൊരു പുസ്തകമാണ്. ഒരുപാട് പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു പുസ്തകം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പടച്ചറബ് പറയുന്ന മറ്റൊരു വർത്തമാനമുണ്ട്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. നീ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ കണക്കാണത്, നീ തന്നെ വായിക്കണം. അത് വായിക്കാൻ വേറെ ആരും വരേണ്ടതില്ല, നീ തന്നെ വായിച്ചു നോക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ പുസ്തകം വായിക്കാൻ തരുന്ന രംഗമുണ്ട്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാന വെള്ളിയാഴ്ചയിൽ അഥവാ സ്വർഗത്തിലേക്കെത്താൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മഹ്ശറ വിചാരണയിൽ എളുപ്പം കിട്ടാനൊക്കെ സഹായകമാകുന്ന രൂപത്തിൽ റമദാനിനെ ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു നമ്മൾ. ആ റമദാനിൻ്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ചില ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ കടന്നു വരണം. സൂറത്ത് യാസീനിലൂടെ പടച്ചറബ് വേറൊരു ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ച് കുറ്റവാളികളായ ആളുകളുണ്ടല്ലോ, അവർ നാളെ പരലോകത്ത് നിൽക്കുമ്പോൾ, മഹ്ശറയിൽ നിർത്തുമ്പോൾ അവിടുന്ന് മാറ്റി നിർത്തുന്ന ഒരു വർത്തമാനം
അവസാനം അല്ല പറയുന്നുണ്ട് വംതാസിൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ വലഖദ് അളല്ല മിൻകും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ വിശദീകരിക്കുക. വംതാസിൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകളെ, നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല, നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ള അർഹതയില്ല, നിങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് മാറണം. ആ രംഗമൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കണ്ടു നോക്കണം. നമ്മളങ്ങനെ മത്സരയിൽ നിൽക്കുമ്പോൾ, എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അല്ല പറയാണ് ചില ആളുകളെ വിളിച്ചിട്ട്, എടോ നിനക്കൊന്നും ഇവിടെ നിൽക്കാനുള്ള യോഗ്യതയില്ല, നീ തമ്മാടിത്തരങ്ങളുടെ അപ്പോസ്തലനായിട്ട് നടന്നവരാണ്, എമ്പാടും ചെയ്തു കൂട്ടിയിട്ടുണ്ട്, നീ അങ്ങോട്ട് മാറി നിൽക്ക്, നിന്നോട് ചിലതൊക്കെ ചോദിക്കാൻ എനിക്കുണ്ട്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ, നിന്നെ പിശാച് വഴിപിഴപ്പിക്കുമെന്നൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ പലതവണ, എന്നിട്ടൊന്നും അത് ബോധ്യപ്പെടാനും ഓർമ്മിക്കാനൊന്നും നിനക്ക് കഴിഞ്ഞില്ല അല്ലേ, അത് കണ്ടങ്ങോട്ട് മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ, കുറ്റവാളികളെ അല്ല മനുഷ്യരിൽ നിന്ന് മാറ്റി ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്ന രംഗമൊക്കെ കൂട്ടരെ അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മഹ്ശറിലെ വിചാരണ, ഈ മഹ്ശറിലെ ചോദ്യം, അത് എളുപ്പമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകുന്നവരിൽ ഉൾപ്പെടാൻ, വിചാരണ എളുപ്പമാക്കി തരണേ എന്ന് റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ചോദിക്കാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ, സമയം കണ്ടെത്തിയോ എന്നോ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ മഹ്ശറിലെ ചോദ്യങ്ങൾ കഴിഞ്ഞ്, അവിടുത്തെ വിചാരണങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത രംഗം അവിടെ വരാനുണ്ട്. അത് ഓരോരുത്തരുടെയും കർമ്മമനുസരിച്ച് നരകവും സ്വർഗവും തീരുമാനിക്കലാണ്. ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകുമ്പോൾ വേറൊരു വിഭാഗം നരകത്തിന്റെ അടിത്തട്ടിലേക്കാണ് പോകേണ്ടത് എന്ന് പടച്ചറബ് ഓർഡർ കൊടുക്കുന്ന ഒരു സമയമാണത്. ഒരു വിഭാഗം സ്വർഗത്തിലേക്കാണ്, മറ്റൊരു വിഭാഗം നരകത്തിലേക്കാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, നരകമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ചിന്തകൾക്കും കാഴ്ചപ്പാടുകൾക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ളൊരു ഭീകരമായ ബീഭത്സമായ ഒരു നരകാഗ്നിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വെറും 39-40 ഡിഗ്രി ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത, അതുപോലും യാത്ര ചെയ്യുമ്പോൾ തളർന്നു പോകുന്ന, ചൂടടിക്കുന്ന, പൊള്ളലേൽക്കുന്ന നമുക്കെങ്ങനെയാണ് നരകത്തിൻ്റെ തീ അനുഭവിക്കാൻ കഴിയുക? നിങ്ങളാരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ചിന്തിക്കണം, ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കണം. അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്ന നിസ്സാരമായൊരു തീയൻ്റെ ചൂട് പോലും സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പുറത്തേക്കിറങ്ങിയാൽ 39-40 ഡിഗ്രിയുള്ള ആ ചൂട് പോലും അനുഭവിക്കാനുള്ള ശേഷി എൻ്റെയും നിങ്ങളുടെയും ഈ കൊച്ചു ശരീരത്തിനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കത്തിയാളുന്ന നരകാഗ്നി അനുഭവിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുക എന്ന് ഞാനും നിങ്ങളും ഗൗരവത്തോടെ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് കൊണ്ട് നൽകിയ മുന്നറിയിപ്പുകളുണ്ടല്ലോ, അത് വല്ലാത്ത ചില വർത്തമാനങ്ങളാണ്. ഫഅൻദർതുക്കും നാറൻ തലല്ലാ, അല്ലാഹു പറയുന്നൊരു വർത്തമാനം. ഫഅൻദർതുക്കും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, നാറൻ തലല്ലാ, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയനെ കുറിച്ച്. പരമ നിർഭാഗ്യവാനല്ലാതെ അതിൽ കടന്നെരിയുകയില്ല. ഇതൊരു വർത്തമാനമാണ് വിശുദ്ധ ഖുർആനിന്റെ. ഫഅൻദർതുക്കും നാറൻ തലല്ലാ, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലാത്ത ഒരു വിഷയവും ലോകത്തില്ല നരകത്തെക്കുറിച്ച്. ജീവിതത്തെ ക്രമീകരിക്കാൻ, ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ ആ നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നൊരു ലോകമുണ്ടെന്ന്, ഒരു നരകാഗ്നി അനുഭവിക്കേണ്ടതുണ്ട് എന്ന് ഫഅൻദർതുക്കും, ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. ലാ യസ്ലാഹ ഇല്ലൽ അഷ്ഖാ, പരമ നിർഭാഗ്യവാനല്ലാതെ അനുഭവിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ബോധ്യപ്പെടുത്തുകയാണ്. ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, ഈ ആശയം വരുന്ന ഈ ആയത്തുണ്ടല്ലോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ട് ഓതി എന്നാണ്. ഓതുന്തോറും ശബ്ദം കൂടി വന്നു. ഫഅൻദർതുക്കും നാറൻ തലല്ലാ, ഫഅൻദർതുക്കും നാറൻ തലല്ലാ, ഫഅൻദർതുക്കും നാറൻ തലല്ലാ, കത്തിയാളുന്ന നരകത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന ആശയം വരുന്ന ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പള്ളിയിൽ നിന്ന് അങ്ങനെ ഓതുന്തോറും ശബ്ദം കൂടി വന്ന് ഇത് കേട്ട് മദീനയിലെ അങ്ങാടിയിലെ ആളുകളൊക്കെയും പള്ളിയിലേക്ക് ബേജാറോടുകൂടി ഓടി വന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, നരകം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചതിനും അപ്പുറമാണ്, നമ്മൾ
കേട്ടതിനും അപ്പുറമാണ്, നമ്മൾ ചിന്തിച്ചതിനും അപ്പുറമാണ്. അത് നമ്മൾ ചിന്തിച്ചതുപോലെയല്ല. നരകത്തിൻ്റെ തീ അത് ഭീകരമാണ്. പല വിധത്തിലും അത് ഖുർആൻ ചിത്രീകരിച്ചിട്ടുണ്ട്. നാറുല്ലാഹിൽ മൂഖദ അല്ലത്തി തത്വലു അലൽ അഫ്ഇദ, ഹൃദയങ്ങളിലേക്ക് വരെ പറന്നു പിടിക്കുന്ന അഗ്നി എന്നാണ് അതിനെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പുറം തൊലി മാത്രമല്ല, ശരീരത്തിനകത്തുള്ള ഹൃദയത്തെ പോലും കത്തിച്ചാമ്പലാക്കുന്ന നരകത്തിലെ തീയിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. തീർന്നില്ല, ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടിയാണ് ആ തീ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. സാധാരണ മെഴുകുതിരിയിൽ കത്തിക്കുമ്പോൾ വരുന്ന ചെറിയ തീയിൻ്റെ 70 ഇരട്ടിയെക്കുറിച്ചല്ല പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ തീയുണ്ടല്ലോ, ലോകത്ത് നടക്കുന്ന അഗ്നിവിസ്ഫോടനങ്ങളുണ്ടല്ലോ, ആ ലോകത്തെ മുഴുവൻ തീയുടെയും 70 ഇരട്ടിയാണ് നരകത്തിലെ തീ എന്നൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല മനുഷ്യരും കല്ലുകളും കത്തുന്ന തീ എന്നാണ് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. പച്ച മനുഷ്യർ കത്തിച്ചാമ്പലാകുന്ന കറുത്ത പാറക്കല്ലുകൾ പോലും ഉണക്ക വൈക്കോല് പോലെ വിറക് പോലെ കത്തിച്ചാമ്പലാകുന്ന നരകമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ നരകത്തിൻ്റെ ചൂടും തീയുമൊക്കെ നമ്മൾ തിരിച്ചറിയണം. തൊലിയും മാംസവും ഉരിച്ചു കളയുന്ന തീ. മനുഷ്യന്റെ മാംസത്തെ മാത്രമല്ല, മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ പല്ലുകൾ പോലും കരിച്ചു കളയുന്ന തീയാണ് നരകത്തിലെ തീ എന്നൊക്കെ മഹാന്മാര് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾക്ക് കേൾക്കാത്ത പ്രശ്നങ്ങളുമൊന്നുമില്ല. നരകത്തെക്കുറിച്ച് അറിയാത്തവരല്ല നമ്മൾ, മഹ്ശറിനെ കുറിച്ച് അറിയാത്തവരല്ല നമ്മൾ, ഖബർ ലോകത്തെക്കുറിച്ച് അറിയാത്തവരല്ല നമ്മൾ. എല്ലാത്തിനെക്കുറിച്ചും ധാരണ നമുക്കുണ്ട്, കാഴ്ചപ്പാട് നമുക്കുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയോ നമ്മൾ പിശാചിന്റെ വലയിൽപ്പെട്ടു പോകുന്നു എന്നതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു പോകുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാളെ ലോകത്തുള്ളൂ. നമുക്കറിയാം, അത് പിശാചാണ്. ആ പിശാചിന്റെ വഴിയിൽ നമ്മൾ ഏതൊക്കെയോ സമയത്ത് പിടുത്തം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് എനിക്കും നിങ്ങൾക്കൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, നരകത്തിലെത്തി ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് അയാൾക്ക് ഒരു തീ കൊണ്ടുള്ള ചെരുപ്പിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. തീ കൊണ്ടുള്ളൊരു ചെരുപ്പിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. ആ തീ കൊണ്ടുള്ള ചെരുപ്പിട്ടതിൻ്റെ ഭാഗമായിട്ടോ അവൻ്റെ അടിമുതൽ മുടി വരെ തലച്ചോറടക്കം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. ആ മനുഷ്യൻ വിചാരിക്കുമത്രേ, ഞാനാണ് ഈ നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത്. പടച്ചവനെ, ഈ ശിക്ഷയൊന്നും നീ ഒരാൾക്കും കൊടുക്കരുത് എന്ന് ആ മനുഷ്യൻ വിചാരിക്കും, പറയുമെന്നൊക്കെ ഹദീസുകളിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയും. നരകത്തെ കൊണ്ടുവരുന്ന രംഗം പഠിപ്പിക്കുന്നുണ്ടല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000 ചങ്ങലകൾ, ഓരോ ചങ്ങല പിടിക്കാനും 70,000 മലക്കുകൾ. ഇതൊക്കെ ചില ചിത്രീകരണങ്ങളാണ്. ഇതിനുമപ്പുറമാണ് നരകമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നരകം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുമ്പിൽ വരുന്നൊരു പ്രതിസന്ധിയാണ്. നിങ്ങളുടെ ഉറക്കം കെടുത്തേണ്ടുന്ന, നിങ്ങളെ ബേജാറാക്കേണ്ടുന്ന കളിതമാശകളിൽ നിന്നൊക്കെയും ഒരു പരിധിവരെയും നിങ്ങളെ പിന്നിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ് നരകം എന്നൊക്കെ റസൂല് പഠിപ്പിച്ചതൊക്കെ അതുകൊണ്ടാ. ഉത്തുലുബുൽ ജന്നത്തു ജുഹദക്കും, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവോട് സ്വർഗത്തെ ചോദിക്കണം. വഹ്റബൂമിനന്നാരി ജുഹദക്കും, നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ നരകത്തിൽ നിന്ന് ഓടിയകലാൻ ശ്രമിക്കണം. എന്നിട്ട് റസൂൽ പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫൈനൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ, സ്വർഗം ആവശ്യമുള്ളവൻ ഒരിക്കലും ഉറങ്ങാൻ കഴിയുകയില്ല. ഫൈനന്നാറ ലാ യനാമു ഹാരിബുഹാ, നരകത്തിൽ നിന്ന് ഓടിയകലണം എന്നാഗ്രഹിക്കുന്ന, നരകത്തിൻ്റെ ധൂളി പോലും എനിക്ക് അനുഭവിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവനോ ഒരിക്കലും ഉറങ്ങാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളെ മുമ്പിൽ വെച്ച് നമ്മൾ ആലോചിക്കണം. നരകത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റുന്ന ദിവസങ്ങളാണല്ലോ റമദാൻ എന്ന്, പ്രത്യേകിച്ചും റമദാൻ എന്ന് പറയുന്നത്. പാപങ്ങൾ പുറത്തു തരുന്ന സമയമായിരുന്നല്ലോ റമദാൻ എന്ന് പറയുന്നത്. ആ നരകാഗ്നിയിൽ നിന്ന് പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ചോദിക്കാനെങ്കിലും എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, നരകത്തിൽ നിന്ന് ഓടിയകരണം എന്ന് ശ്രമിക്കുന്നവന് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? ആ നരകത്തിലെ കത്തിയാളുന്ന നരകത്തിലെ വ്യത്യസ്തങ്ങളായ രംഗങ്ങൾ ഇങ്ങനെ കൺമുമ്പിലൂടെ വന്ന് മിന്നിമറിയുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരിക? പക്ഷെ നമ്മൾ പലരും ഉറങ്ങി, സുന്ദരമായിട്ട് നമ്മൾ ഉറങ്ങി. ഈ റമദാനിൻ്റെ രാപ്പകലുകളിൽ, രാത്രികളിൽ എഴുത്തിക്കാഫിരിക്കേണ്ട സമയത്ത് കാര്യമായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും, ശാരീരിക അവശതകൾ ഉള്ളവർ
പോലും ഇഅ്തികാഫിന്റെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ, തഹജ്ജുദിന്റെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ, ഖിയാമുൽ ലൈലിന്റെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും ചുറുചുറുക്കും ആരോഗ്യവും ഉണ്ടായിട്ടും സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു നമ്മളിൽ പലരും. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് നരകത്തിലേക്ക് എടുത്തെറിയേണ്ടുന്ന ഗതികേടാണ് അത്തരം ആളുകൾക്ക് വരുന്നതെങ്കിൽ എന്ത് മറുപടിയാണ് നമുക്ക് പറയാനുള്ളത് എന്ന് ഈ റമദാനിന്റെ അവസാന വെള്ളിയാഴ്ച ഇരുന്നു കൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇത് പ്രശ്നമാണ് കൂട്ടരെ, നരകം പ്രയാസമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടോ. ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും. എവിടെയാണ് പറയുന്നതെന്നറിയോ? ഈത്തപ്പഴങ്ങൾ സുലഭമായി വളരുന്ന ഈത്തപ്പനയുടെ എസ്റ്റേറ്റുകളുള്ള അറേബ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ആർക്കും വേണ്ടാത്ത ഒരു ഉണക്ക കാരക്കയുടെ ചീള കൊണ്ടെങ്കിലും നരകത്തിന് തടയിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്തോളീൻ. അത് അത്ര ഭീകരമാണ്, ബീഭത്സമാണ് എന്നൊക്കെ റസൂല് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ പടച്ച റബ്ബിനോട് 3 തവണ നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചാൽ നരകം അവന് വേണ്ടി പടച്ച റബ്ബിനോട് ശുപാർശ ചെയ്യും. ഒരാൾ പടച്ച റബ്ബിനോട് സ്വർഗത്തെ ചോദിച്ചാൽ 3 പ്രാവശ്യം ചോദിച്ചാൽ ആ സ്വർഗവും പടച്ച റബ്ബിനോട് അവന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുമെന്നൊക്കെ സ്വഹീഹായ ഹദീസുകളിലൂടെ കാണാനും പഠിക്കാനൊക്കെ നമുക്ക് കഴിയും. കഴിഞ്ഞോ പ്രിയമുള്ളവരെ? നമുക്കങ്ങനെ പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവോട് പടച്ച റബ്ബേ അജർനാ മിനന്നാർ, ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ തമ്പുരാനെ, അതിൻ്റെ തീയിൽ നിന്ന് രക്ഷിക്കണേ തമ്പുരാനെ എന്ന് അള്ളാഹുവോട് ചോദിക്കാനെങ്കിലും എനിക്കും നിങ്ങൾക്കും ഈ കഴിഞ്ഞ ദിനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് അള്ളാഹുവിനെ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൊരു ആയത്ത്, ഒരു സൂറത്ത് പഠിപ്പിക്കുന്ന പോലെ ഞങ്ങളെ പഠിപ്പിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ഏതാണ് ആ പ്രാർത്ഥന എന്നറിയോ? ഒരു അധ്യാപകൻ തൻ്റെ കുട്ടികൾക്ക് ഒരു ആയത്ത് പഠിപ്പിക്കുന്ന പോലെ, ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അതേതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹന്നമിൻ അദാബി ജഹന്നം, പടച്ച റബ്ബേ ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, മസീഹിദ് ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്ന്, ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി, ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്നകളിൽ നിന്നൊക്കെ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപകൻ കുട്ടികൾക്കൊരു അധ്യായം പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയെങ്കിലും വരും ദിവസങ്ങളിലെങ്കിലും പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആ കത്തിയാളുന്ന നരകത്തിൽ നിന്നുള്ള മോചനം പടച്ച റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. റമദാനിലെ എല്ലാ രാവിലും അല്ലാഹ് ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. അതൊന്നും ഇനിയും വിശദീകരിക്കേണ്ടതില്ല. വിശുദ്ധ റമദാനിലെ ഓരോ രാത്രിയിലും അല്ലാഹ് കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെയും അത് സംഭവിച്ചിട്ടുണ്ട്, മിനിഞ്ഞാന്നും അത് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആ റമദാന്റെ രാത്രികളിൽ ചില ആളുകളെ പടച്ചോൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് നരകം കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ എനിക്ക് കഴിഞ്ഞോ, നിങ്ങൾക്ക് കഴിഞ്ഞോ, നമ്മുടെ മക്കൾക്ക് കഴിഞ്ഞോ, ഇണകൾക്ക് കഴിഞ്ഞോ? ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കണം. ഇല്ല എന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ പിന്നെ നമ്മളൊക്കെയും എന്തെടുക്കുകയായിരുന്നു നമ്മൾ? ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ഈ റമദാനിന് വേണ്ടി ആഗ്രഹിച്ച, റമദാനിന് വേണ്ടി കൊതിച്ച, അതിനു വേണ്ടി പ്രാർത്ഥിച്ച എത്രയോ ആളുകളെ പടച്ച റബ്ബ് തിരിച്ചു കൊണ്ടുപോയപ്പോൾ എന്നെയും നിങ്ങളെയും ഒക്കെ ഈ റമദാനിലേക്ക്, അതും അതിൻ്റെ അവസാനത്തിലേക്ക് വരെ ബാക്കി വെച്ചത് എന്തിനായിരുന്നു എന്ന് ഞാനും നിങ്ങളും ഒറ്റക്കിരുന്ന് ഇനിയും ഇവിടെ നിന്ന് വീട്ടിൽ പോയിട്ട് ഒറ്റക്കിരുന്നിരുന്ന് ആലോചിക്കാനും ഉത്തരം കണ്ടെത്താനും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താനും പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയണം. നമ്മുടെ മറ്റൊരാഗ്രഹമാണല്ലോ സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗം ലഭിക്കണം, അതാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹം. അത് വല്ലാത്ത കൊതിയാണ്, വല്ലാത്ത പൂതിയാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ ഈ ദിനങ്ങളിലൂടെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നരകത്തിൽ നിന്ന് അകലണം, അതോടൊപ്പം സ്വർഗത്തിലേക്ക് അടുക്കുകയും വേണം. അതിന് നമുക്ക് ഈ റമദാനിലൂടെ
കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും മരണമില്ലാത്ത ആ ലോകത്ത് എൻ്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ? സ്വർഗം കിട്ടില്ലേ റബ്ബേ? ഇത് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കണം. നരകത്തെക്കുറിച്ച ചിന്തയും ബേജാറും നമ്മളെ അസ്വസ്ഥരാക്കുന്നത് പോലെ തന്നെ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയും നമ്മൾ അസ്വസ്ഥരാക്കണം. എങ്ങനെ? പടച്ച റബ്ബേ, എൻ്റെ പൂതിയാണ് സ്വർഗം, എൻ്റെ ലക്ഷ്യമാണ് സ്വർഗം, എൻ്റെ ആഗ്രഹമാണ് സ്വർഗം. ആ സ്വർഗം അങ്ങാനും എനിക്ക് കിട്ടാതെ പോകുമോ പടച്ചോനെ? ആ സ്വർഗത്തിൻ്റെ അവസാന നിമിഷത്തിലെത്തിയിട്ട് എന്നെ തള്ളിവിടുന്ന, തള്ളിമാറ്റുന്ന ഹതഭാഗ്യരിൽ ഞാൻ ഉൾപ്പെടുമോ പടച്ച റബ്ബേ? ഈ ചിന്ത നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കണം. ഒരുപാട് തവണ നമുക്ക് മുമ്പിൽ പറഞ്ഞ ചരിത്രം ഉണ്ടല്ലോ. ഒരു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞതെന്തിനായിരുന്നോ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താ? എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് അല്ല പറയുമ്പോൾ ഒരാൾ മാത്രം പോകണ്ട, അദ്ദേഹം ഇമേജ് ചെയ്യാണ്, അദ്ദേഹം അങ്ങനെ ആലോചിച്ചുണ്ടാക്കുകയാണ്. അല്ല മഹ്ശറയിൽ വന്നിട്ട് കോടിക്കണക്കിന് മനുഷ്യരങ്ങനെ കൂടി നിൽക്കുമ്പോൾ അല്ല പറയാണ് എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ, ഒരു മനുഷ്യൻ മാത്രം പോകരുത് എന്ന് പറഞ്ഞാൽ ആ പോകണ്ട എന്ന് പറഞ്ഞ ഒരാളെങ്ങാനും ഞാനായിരിക്കുമോ എന്ന ചിന്തയിൽ പൊട്ടിക്കരഞ്ഞ അബൂ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതല്ലേ? അങ്ങനെ വല്ല കരച്ചിലും നമുക്ക് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ വല്ല ബേജാറും നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം നമ്മുടെയൊക്കെ ശരീരം അത് നിശ്ചലമാകും, അതിന് ചലനം മറ്റുപോകും. ആ മരണത്തിന് ശേഷം നമുക്ക് സ്വർഗം ലഭിക്കേണ്ടേ? അള്ളാഹുവിൻ്റെ ഹബീബിരിക്കുന്ന സ്വർഗത്തിൽ നമുക്കും പോകേണ്ടേ പ്രിയമുള്ളവരെ? ആ സ്വർഗത്തിലേക്ക് ഒരു ചാണെങ്കിലും ഈ റമദാനിലെ 26 ദിവസത്തിലൂടെ നടന്നെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ചോദിക്കണം. അതോടൊപ്പം തന്നെ ഒരു പുരുഷായുസ് മുഴുവൻ ഇബാദത്ത് ചെയ്യാനുള്ള കഴിവും ആരോഗ്യവുമൊന്നും ഇല്ലാത്തവരാണ് നമ്മൾ. മനുഷ്യരാണ്, പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്, രോഗങ്ങളുണ്ട്, പല പ്രശ്നങ്ങളുമുണ്ട്. നമുക്കൊന്നും ഒരു പുരുഷായുസ് മുഴുവൻ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സും ഇല്ലാത്തവരാണ്. പക്ഷേ അതിനു സമാനമായ അവസരങ്ങൾ അല്ല ഒരുക്കി തന്നു നമുക്ക് ഒരൊറ്റ രാത്രിയിലൂടെ. റമദാനിലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ മഹത്തരമായ രാത്രിയിലൂടെ നമുക്ക് അത്തരം ഒരു അവസരം അല്ലാഹു ഒരുക്കി തന്നു. അന്ന് നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക്, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നിങ്ങൾ ചെയ്യുന്ന ഒരു റക്അത്ത് നമസ്കാരത്തിന് അത് 1000 മാസത്തേക്കാൾ അത് ഉത്തമമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം വീട്ടിനകത്തെ സുഖസൗകര്യങ്ങളൊക്കെയും ഒഴിവാക്കിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ട് റബ്ബിൻ്റെ ഭവനത്തിൽ വന്ന് ഭജനമിരുന്ന് ഇഅ്തികാഫിരുന്ന് ആ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. ചുരുങ്ങിയത് ഈ അവസാനത്തെ 10 ഓരോ ദിവസങ്ങളിലെങ്കിലും വന്നിട്ട് അള്ളാഹിൻ്റെ പള്ളികളിൽ പോയിരുന്നിട്ട് ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടു കൂടിയിട്ട് ലൈലത്തുൽ ഖദർ കിട്ടണേ എന്ന പൂതിയോടുകൂടിയിട്ട് പോയിരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ എന്ന് നമ്മൾ ആലോചിക്കണം. സൗകര്യമുണ്ടായിട്ടും വരാത്ത ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്കാണ്, ചൂട് കൂടുതലാണ്, എന്തൊക്കെ കാരണങ്ങളായിരുന്നു പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളുമൊക്കെ ആ ലിസ്റ്റിലുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരുന്നതിൽ നിന്ന്, ഇഅ്തികാഫ് ഇരിക്കുന്നതിൽ നിന്ന്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്നതിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭൗതിക സംവിധാനങ്ങൾ ഇതൊക്കെ നമുക്ക് തടസ്സം നിന്നിട്ടുണ്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ പോകുമ്പോൾ യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനി യുനി. ഉമ്മയും ബാപ്പയും മാറിപ്പോകുന്ന, മക്കൾ കാണുമ്പോൾ വേറെ വഴിക്കോടുന്ന, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവ് വേറെ വഴിക്കോടിപ്പോകുന്ന, എല്ലാവർക്കും അവൻ്റേതായ പ്രശ്നങ്ങളുണ്ടെന്നാ ഖുർആൻ പറയുന്നത്. അങ്ങനെ ആരും ആരെയും സഹായിക്കാനില്ലാത്ത നിങ്ങൾ ആർക്ക് വേണ്ടി മാറിയിരുന്നോ അവർ പോലും നിങ്ങളെ കൈയൊഴിയുന്ന, ഒറ്റക്കാക്കുന്ന, ഗതികേടിലാക്കി വിട്ടുപോകുന്ന ഒരു ലോകം വരാനുണ്ടെന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി വളരെ വളരെ തുച്ഛമായ മണിക്കൂറുകൾ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ആയുസ് പടച്ചോൻ തരുമെങ്കിൽ നമുക്ക് കിട്ടുക. ആ മണിക്കൂറുകളെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയണം, സാധിക്കണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, പാപികളായ അടിമകളായ നമുക്ക് തരാൻ എല്ലാം റബ്ബിൻ്റെ പക്കലുണ്ടായിരുന്നു. എല്ലാം തരാൻ അല്ല തയ്യാറായിരുന്നു. പക്ഷേ ഒന്ന് കൈപൊക്കി ചോദിക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അല്ല പാപങ്ങൾ പുറത്തു തരാമെന്ന് പറഞ്ഞു, റഹ്മത്തല്ല തരാമെന്ന് പറഞ്ഞു, നരകമോചനം തരാമെന്ന് പറഞ്ഞു, എല്ലാം തരാമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. രാത്രി മുഴുവൻ തെറ്റു ചെയ്ത ആളുകൾ തൗബ ചെയ്ത് മടങ്ങുന്ന നോക്കിയിരിക്കാൻ അല്ല പകലിങ്ങനെ കൈ നീട്ടിയിരിക്കുന്നല്ലേ പഠിപ്പിച്ചത്. പകൽ തെറ്റു ചെയ്ത ആളുകൾ തൗബ ചെയ്തിട്ട് വരുന്നുണ്ടോ
ചെയ്തിട്ടുണ്ടോ അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ അല്ലാഹ് കൈ നീട്ടിയിരിക്കുന്നല്ലേ പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞോ പ്രിയമുള്ളവരെ? നമുക്ക് പടച്ചറബിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തി മനസ്സ് തുറന്ന് എല്ലാം സമ്മതിച്ച് പൊട്ടിക്കരഞ്ഞ് വിതുമ്പിക്കരഞ്ഞ് റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പൊരുത്തപ്പെടിക്കാൻ പൊറുക്കലിനെ തേടാൻ തൗബ ചെയ്യാൻ അങ്ങനെ മനസ്സിനെ ശുദ്ധമാക്കാൻ പാപങ്ങളുടെ ലിസ്റ്റ് മുഴുവനും കഴുകി വൃത്തിയാക്കാൻ ഈ കഴിഞ്ഞ ദിനരാത്രങ്ങളിലൂടെ കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട്. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയിട്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നമുക്ക് വന്നിട്ടുണ്ടോ? ആലോചിക്കും. ഞാൻ എന്നോട് ചോദിക്കണം, നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കണം. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കഴിഞ്ഞ രാപ്പകലുകളിൽ പ്രത്യേകിച്ചും നമ്മളെ കാത്ത് റബ്ബ് ഇങ്ങനെ കൈകൾ നീട്ടിയിരുന്നപ്പോൾ പടച്ചോനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്, ബോധപൂർവം ചെയ്തിട്ടുണ്ട്, പൊറുക്കണേ പടച്ചോനെ, ഒന്നും നാളേക്ക് വേണ്ടി മാറ്റിവെച്ച് ലോകത്തിൻ്റെ മുമ്പിൽ നീ വഷളാക്കല്ലേ പടച്ചോനെ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നൊരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ബിലാൽ റളിയല്ലാഹുവിൻ്റെ വർത്തമാനമുണ്ട്. ഒരിക്കൽ സുബ്ഹിക്ക് മുമ്പേ ഞാൻ റസൂലിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ റസൂൽ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. റസൂലിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. എന്താ പ്രാർത്ഥന? ഫലാ തുഹ്സിനാ യൗമൽ ഖിയാമ, പടച്ചോനെ നാളെ പരലോകത്ത് വഷളാക്കല്ലേ അല്ലാ എന്നാണ് ആ പ്രാർത്ഥന. അല്ലാഹുവിൻ്റെ റസൂലാണ് ആ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നാളെ കൊണ്ടുപോയിട്ട് ഉമ്മനെയും വാപ്പനെയും കുടുംബക്കാരെയും കുട്ടികളെയും മക്കളെയും അയൽവാസികളെയും സഹപ്രവർത്തകരെയും ലോകത്തെ മുഴുവൻ മനുഷ്യരെയും നിർത്തിയിട്ട് അവർക്ക് മുമ്പിൽ നമ്മൾ ചെയ്ത മുഴുവൻ തെറ്റുകളും ഓരോന്നോരോന്ന് എടുത്തു കാണിച്ച് പടച്ചറബ് വഷളാക്കുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സ് കണ്ടു നോക്കി കഴിഞ്ഞോ? പടച്ചറബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പടച്ചോനെ നാളെ പരലോകത്തന്നെ നീ വഷളാക്കല്ലേ അല്ലാ, ഒന്നും അങ്ങോട്ട് നീ മാറ്റി വെക്കല്ലേ അല്ലാ, എനിക്ക് പൊറുത്തു തരണേ നാഥാ എന്ന് പടച്ചറബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ എന്നുകൂടി നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കണം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തെ ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, അന്ന് പട്ടാളമില്ല, ക്യാമറയില്ല, CCTV ഇല്ല, മറ്റു സംവിധാനങ്ങളില്ല, ഒന്നുമില്ലാതിരുന്നിട്ടും എപ്പോഴോ ഒരു സ്വകാര്യതയിൽ സംഭവിച്ച തെറ്റ് അല്ലാഹുവിൻ്റെ റസൂലിനോട് ഏറ്റുപറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് അവസാനം റസൂലേ എനിക്ക് സ്വർഗം കിട്ടൂലേ റസൂലേ എന്ന് ചോദിച്ച മഹാന്മാരുടെ ചരിത്രമൊക്കെ നമുക്കറിയില്ലേ. പിന്നെ എന്തേ നമ്മൾ മടി കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? പ്രിയമുള്ളവരെ, ഏതാനും മണിക്കൂറുകളാണ് ഇനി മുമ്പിലുള്ളത്. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയാൻ, പാപങ്ങൾ പൊരുത്തപ്പെടിക്കാൻ, പൊറുക്കലിനെ തേടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം, സാധിക്കണം. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ, അതാണല്ലോ റമദാനിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ആ ഖുർആനുമായുള്ള ബന്ധം എങ്ങനെയായിരുന്നു? വിശുദ്ധ ഖുർആൻ നമ്മളെ നാളെ പ്രതിക്കൂട്ടിൽ കയറ്റുമോ നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. പരലോകത്ത് വന്നിട്ട് ആ വിശുദ്ധ ഖുർആൻ നമുക്കെതിരെ വിരൽ ചൂണ്ടുന്ന രംഗമുണ്ടാകുമോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. സ്റ്റാറ്റസിൽ നിന്ന് സ്റ്റാറ്റസുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ, ചാനലുകളിൽ നിന്ന് ചാനലുകളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരുന്നപ്പോഴും വിശുദ്ധ ഖുർആനൊന്ന് ഓതാനോ പഠിക്കാനോ വായിക്കാനോ കഴിഞ്ഞ ദിനങ്ങൾ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ആ വിശുദ്ധ ഖുർആനും ആ വിശുദ്ധ റമദാനുമൊക്കെ നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിലെത്തുമ്പോൾ നമുക്കെതിരെ വരുമെന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സ്വതക്ക, ദാനധർമ്മങ്ങൾ, അങ്ങനെ പലതും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ കൃത്യമായി ഈ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ വിശുദ്ധ റമദാനിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട്, കഴിഞ്ഞ ദിനരാത്രങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് കൃത്യമായൊരു വിചാരണയ്ക്ക്, ഒരു ഉള്ളു തുറക്കലിന്, ഒരു സ്വയം വിലയിരുത്തലിന് നമ്മൾ തയ്യാറാകണം. അങ്ങനെ പടച്ചറബോട് വീണ്ടും തെറ്റുകൾ ബോധ്യപ്പെട്ട് തിരുത്താനുണ്ടെങ്കിൽ ഒക്കെ അള്ളാഹുവോട് ഏറ്റുപറഞ്ഞ് ആ റമദാനിനെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് ചേരാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ.